ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ അടിപൊളി ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ചെറിയ പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വലിയ ഹോളുള്ള ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുത്താലും മതി കേട്ടോ. നന്നായി ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ വലിയ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്താലും മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ്. അപ്പോൾ ഞാനൊരു കുഞ്ഞു സവാള പൊടിയായി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ സവാള ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയുടെ അല്ലിയാണ്. അപ്പോൾ 4 വെളുത്തുള്ളിയുടെ അല്ലി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. പിന്നെ 4 ടേബിൾ സ്പൂൺ മല്ലിയില അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഓയിൽ. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫിംഗേഴ്സിൻ്റെ ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഉരുട്ടിയാവില്ല. അപ്പോൾ ഞാൻ ഒരു ബോർഡുമ്മ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫിംഗേഴ്സിൻ്റെ ഷേപ്പിൽ കിട്ടും. പിന്നെ ഫിംഗേഴ്സിൻ്റെ ഷേപ്പ് ആകുമ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത്രയും ഫിംഗേഴ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കോൺഫ്ലോറിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലോറിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫിംഗേഴ്സ് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കോൺഫ്ലോറിൽ കോട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ കോൺഫ്ലോറൊക്കെ ഇതിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് വേണം അത് ഫ്രൈ ചെയ്യാൻ. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. ചില സ്നാക്കൊക്കെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണല്ലോ ഫ്രൈ ചെയ്യാറ്. പക്ഷേ ഇത് അങ്ങനെയല്ല, നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. പിന്നെ പൊട്ടറ്റോ ഒക്കെ ആൾറെഡി വേവിച്ചതാണല്ലോ, അതുകൊണ്ട് പിന്നെ അധിക സമയമൊന്നും വേണ്ടത് ഫ്രൈ ആവാൻ. അപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഈ സ്നാക്കിൻ്റെ പ്രത്യേകത നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു സ്ട്രൈനറിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിൽ എണ്ണയെല്ലാം വാർന്നു പോയതിന് ശേഷം വേണം നമ്മൾ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാൻ. പിന്നെ ഇതൊട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണല്ലോ ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എണ്ണയൊന്നും ഒട്ടും കുടിക്കാൻ സാധ്യതയല്ല. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്നാക്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ്സാണ് ഇതിന്. പിന്നെ തണുത്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി മാറുന്നുണ്ട്. അപ്പോൾ പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്